നല്ല മോളെ, ഇന്ന് നേരത്തെ ജോലിയൊക്കെ തീർന്നോ? ആ അമ്മേ, ഇനി ചോറും കൂടെ അടച്ചിട്ടാ മതി. ബാക്കി ജോലിയെല്ലാം കഴിഞ്ഞു. ആ, അത് അമ്മ അടച്ചിടാം കേട്ടോ. ആ മോളെ, ഇന്ന് നേരത്തെ ജോലി തീർന്ന സ്ഥിതിക്കേ മോള് അവിടെ ഒരു വലിയ ബക്കറ്റിനകത്ത് കുറച്ച് ഉലുവയും കടുവൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? അതൊക്കെ ഒന്ന് കഴുകി മുകളിൽ കൊണ്ടിടാവോ മോളെ? എനിക്കാണെ കാലുവേദനയാ, സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ, അതാ. കടുക് ഉലുവയൊക്കെ കഴുകി ഉണക്കാനോ? അത് ശരി, നിങ്ങളുടെ അവിടെ ഒന്നും അപ്പൊ ഇങ്ങനെ ചെയ്യത്തില്ലേ? ആ, ഇവിടെ ഇതൊക്കെ തോനേച്ച് വാങ്ങിക്കുന്നതല്ലേ മോളെ, അപ്പൊ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനൊക്കെയാ ചെയ്യുന്നത്. അതല്ലമ്മേ, ഞങ്ങളുടെ അവിടെയൊക്കെ മുളകും മല്ലിയും അങ്ങനെ അതൊക്കെ കഴുകി ഉണക്കത്തുള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. നീ ഇപ്പൊ മോക്ക് വയ്യാങ്കിൽ ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. ഞാൻ കഴുകി ഉണക്കിക്കോളാം. ആ പിന്നെ മോളെ, ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് ഈ ഷീറ്റ് എല്ലാം ഒന്ന് എടുത്ത് കഴുകിയും കൂടി ഇടണേ. നമുക്കറിയാലോ, ഇവിടുത്തെ അച്ഛനാണെങ്കിൽ ഷീറ്റ് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. അതുകൊണ്ടാ കേട്ടാ. ആ ശരി, അമ്മയൊന്ന് പോയി കിടക്കട്ടെ, ഭയങ്കര നടുവേന. എന്തെങ്കിലും ഓയിൽമെന്റോ വല്ല ഇട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. അരിച്ച തള്ള ഇടുകയും കടുവൊക്കെ കഴുകി ഉണക്കാം. ഇനിയിപ്പൊ കഴുകി ഉണക്കാം, ഇല്ലെങ്കിൽ തള്ളയുടെ മോന്ത വാങ്ങേണ്ടി വരും. ശാന്ത ചേച്ചി, അല്ല നീയോ? വാ, ജോലിയൊക്കെ കഴിഞ്ഞോ? ആ, ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ചോറും കൂടെ അടച്ചിടാനുണ്ട്. ഓ, ജോലി ചെയ്ത് നടുവ് വയ്യ. ജോലി ഒഴിഞ്ഞിരിക്കാൻ നമുക്കൊരു സമയം കിട്ടണ്ടേ? നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഓ, എന്റെ ജോലിയൊന്നും കഴിഞ്ഞില്ല ചേച്ചി. കറിക്കൊന്നും കിട്ടിയില്ല ഇവിടെ. മരുമോളൊന്നും ചെയ്യത്തില്ലേ ചേച്ചി? ആ, മരുമോളുണ്ട്. കുനിഞ്ഞ ഒരു തുമ്പ് അവൾ എടുക്കത്തില്ല. ഇപ്പൊ അവളുടെ ജോലിയും കൂടെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെയൊക്കെ വിധി ഇതാ. മരുമക്കളൊന്നും വന്നിട്ട് കാര്യമില്ല, നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണം. അല്ല ചേച്ചിയോ, എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളു മോളെ, ഞാൻ ഇച്ചിരി ചക്കയായിട്ട് വന്നതാ. എന്താ ഞാൻ മുകളിൽ വരെ പോയതാ. ഇതൊരു വെയില, കരിഞ്ഞുണങ്ങി. ഞാനൊന്ന് മുഖം കഴിയിട്ട് വരാവേ. ആ, അവളങ്ങ് വെയിൽ കൊണ്ട് കുഴഞ്ഞു പോയി. നിനക്കറിയാവോ, ഞാൻ ഈ ജോലിയുടെ ഇടയ്ക്ക് ഈ കടുകും ഉലുവയൊക്കെ ഇവിടെ പൂത്ത് അതെല്ലാം കഴിഞ്ഞ് മുകളിൽ കൊണ്ട് ഇട്ടിട്ടും വന്നു. ഞാൻ ഒന്ന് പറഞ്ഞു, മോളെ അതൊന്ന് പോയി നിരത്തിയിടാൻ. ആ നിരത്തിയിട്ടിട്ടും വന്നതിന്റെ ക്ഷീണമാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മേലനങ്ങാൻ വയ്യ.